സ്ത്രീകൾ മൊബൈൽ ഫോണിനെ വെപ്പണായി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം എവിഡൻസ് കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ നമ്മൾ പക്ഷെ അതെടുത്തിട്ട് റീച്ചിന് വേണ്ടി ഉപയോഗിക്കുക, മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ അത് പരാതിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് വളരെ കൃത്യമായിട്ടുള്ള ആക്ട് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളായിരുന്നു. കാരണം എന്റെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ച് എന്നെ നേരെ നടക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുടെ നേരെ നടത്തുള്ള ആ പെൺകുട്ടിയുടെ പ്രൈവസിയും ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇട്ട് കാണിച്ചാൽ നിർബന്ധമില്ല. എന്റെ നേരെ നടത്തിയ അതിക്രമം വേണമെങ്കിൽ എനിക്ക് വൈറലാക്കാം, പക്ഷെ മറ്റൊരാൾ നടത്തിയത് അവരുടെ അനുവാദം ഇല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടൊരു പോയിന്റ്. ഇവിടെ എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ എന്നിട്ട് തീരുമാനിക്കട്ടെ. പക്ഷേ ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ് ഇതിനെതിരെ പറയുന്ന സ്ത്രീകൾ നല്ല ഇതിനെ കണക്കാക്കേണ്ടത്. ദീപകിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായി ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള നിലപാട് ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഈ സ്ത്രീന് ഒരിക്കലും അത് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീക്ക് കിട്ടുന്ന സേഫ് ഗാർഡ് കൊടുക്കാതിരിക്കാൻ പാടില്ല. ക്രൈം ചെയ്ത ഏത് മനുഷ്യനും അതുണ്ട്. പിന്നെ സംശയത്തിന്റെ ആനുകൂല്യം നേരത്തെ എല്ലാവരും സംസാരിച്ചു. സംശയത്തിന്റെ ആനുകൂല്യങ്ങൾ, അതായത് സംശയത്തിന് അതീതമായി തെളിയിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട്, എവിഡൻസ് ഇല്ലാത്ത കാരണം കൊണ്ട്, പ്രോസിക്യൂഷൻ അതിൽ ഫെയിൽ ആയത് കാരണം കൊണ്ട് പുറത്തിറങ്ങി നിൽക്കുന്ന ആളുകളാണ്. 8ാം പ്രതി അടക്കമായിട്ടുള്ള ദിലീപ് തുടങ്ങിയ ആളുകൾ മുഴുവൻ ഈ ഒരു മണിക്കൂർ 12 പുരുഷന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നമ്മുടെ NCRB കണക്ക് പ്രകാരം ഈ കഴിഞ്ഞ ഒരു മണിക്കൂറിൽ 12 ഈ മണിക്കൂറിൽ 12 അല്ല സാർ 12 പുരുഷന്മാർ ദയവായി ശ്രദ്ധിക്കൂ. NCRB പുരുഷനാണല്ലോ പറയണം. മാഡം മാറ്റി പറയുന്നത് എന്തിനാ? 12 പുരുഷന്മാർ പറയട്ടെ. 12 അല്ല വെറുതെ കള്ളം പറയും. 12 പുരുഷന്മാർ 5 സ്ത്രീകൾ ഇതാണ് സ്യൂഡോ ഫെമിനിസം. അതായത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ 12ഓളം പുരുഷന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഏകദേശം 5 സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്യുന്നത്. രണ്ടും ഒരേപോലെ പ്രശ്നമാണ്. പക്ഷേ സ്ത്രീകളുടെ ഒരേപോലെ പ്രശ്നമല്ലാന്ന് ഒരേപോലെ പ്രശ്നമല്ല. അപ്പോ ആ പുരുഷന്മാർ സ്ത്രീകളുടെ ഇരട്ടിയിലധികം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമുക്ക് ഈ കാരണം മാത്രമല്ല പുരുഷന്റെ പേരിലാണ് ചെക്ക് ഉള്ളത്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കി, പ്രതിപക്ഷമെന്നും പുരുഷപക്ഷമെന്നും പറഞ്ഞ് ഈ ചർച്ച ഡൈവേർട്ട് ചെയ്തുകൊണ്ടാൻ പറ്റില്ല. കാരണം ഇതൊരു വിഷയം വളരെ ഗൗരവമുള്ളതാണ്. ഒരു സാമൂഹ്യ വിപത്തിനെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പുരുഷന്മാരാണ് നേരിടുന്നത്. ഇന്നിപ്പോ തലമുറ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതിനെയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.